നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. തൊപ്പിക്കും കിട്ടി, ഷൈനും കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. സുന്ദരിയായ ഗേൾ ഫ്രണ്ടിനെ വേണമെന്ന് പറഞ്ഞ് ആറാട്ടണ്ണൻ. 2022 ഫെബ്രുവരി 18 മോഹൻലാൽ നായകനായി എത്തിയ ആറാട്ട് റിലീസ് ചെയ്തത്. ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ് അന്നു മുതൽ ശ്രദ്ധ നേടിയ ആളാണ് സന്തോഷ് വർക്കി. ഒടുവിൽ ആറാട്ടണ്ണൻ എന്ന വിളിപ്പേരും അയാൾക്ക് ലഭിച്ചിരുന്നു. ശേഷം എല്ലാ പുതു സിനിമകളുടെയും റിലീസ് ദിനം റിവ്യൂ പറഞ്ഞ് സന്തോഷ് വർക്കി തിയേറ്ററുകളിൽ സജീവമാകാറുണ്ട്. പലപ്പോഴും സന്തോഷ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും ശ്രദ്ധ നേടാറുണ്ട്. അത്തരത്തിൽ തനിക്കൊരു പെൺ സുഹൃത്തിനെ വേണമെന്ന് പറഞ്ഞുള്ള സന്തോഷിന്റെ പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താൻ ഇത്രയും വലിയ വൈറലായിട്ടും ഗേൾഫ്രണ്ടിനെ ലഭിച്ചില്ലെന്നും തൊപ്പിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും വരെ പെണ്ണിനെ കിട്ടിയെന്നും സന്തോഷ് വർക്കി പറയുന്നു. 6 മാസം നടി നിത്യ മേനോന്റെ പുറകെ നടന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. ആറാട്ടണ്ണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ഇത്ര വൈറലായിട്ടും എനിക്കിതുവരെ ഒരു ഗേൾഫ്രണ്ടിനെ പോലും കിട്ടിയില്ല. തൊപ്പിക്ക് ഗേൾഫ്രണ്ടായി, ഷൈൻ ടോം ചാക്കോയ്ക്കും ആയി, നമുക്ക് മാത്രം കിട്ടണില്ല. കുറച്ച് ഇമേജ് കോൺഷ്യസ് ആയിരുന്നെങ്കിൽ നടന്നാനെ. എല്ലാം തുറന്നു പറയുന്നതാണ് പ്രശ്നം. തൊപ്പിയെല്ലാം വളരെ റൊമാൻറ്റിക് മൂഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈറലായിട്ട് ഫെബ്രുവരിയിൽ 2 വർഷമാകും. എന്നിട്ടും ഒരു സുന്ദരിയായ പെൺകുട്ടി പോലും എൻ്റെ അടുത്ത് വന്നില്ല. എല്ലാം തുറന്നു പറയുന്നത് കൊണ്ടുള്ള പ്രശ്നമാണിത്. കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ നല്ല സമയം തുടങ്ങും. നിത്യ മേനോന്റെ കാര്യം പറഞ്ഞ് 6 മാസം നടന്നു, ഒരു ഗുണവും കിട്ടിയില്ല. വളരെ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി ഗേൾഫ്രണ്ടായി വന്നാൽ ഞാൻ സന്തോഷവാനായേനെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക. പിന്നാലെ ട്രോളൻ കമന്റുകളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. അക്ഷയയിൽ അപേക്ഷ കൊടുത്തു നോക്ക്, ചിലപ്പോൾ ശരിയാവും. എന്തായാലും തന്റെ കൂടെ ഒത്തുപോകില്ല എന്ന് പെൺപിള്ളേർക്കറിയാം. അഥവാ ഒന്ന് ബ്രേക്കപ്പ് ആയാൽ ആ കൊച്ചിനെയും താങ്കൾ പിടിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനാവശ്യം പറഞ്ഞു നടക്കും. പെൺകുട്ടികൾക്കും ഉണ്ടാകില്ലേ ആഗ്രഹങ്ങൾ? ചൈനയിൽ നല്ല കിണ്ണം കാച്ചിയ സുന്ദരികളായ റോബോട്ടുകളെ കിട്ടും. പൈസ പോയാൽ എന്താ, സന്തോഷേട്ടനെ പൊന്നുപോലെ സ്നേഹിക്കും എന്നിങ്ങനെ പോകുന്നു രസകരമായ ആ കമന്റുകൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, തേടൈ ന്യൂസ്.